ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിനെ ചർച്ച ചെയ്യാനാണ്. അത് ഇന്ന് മുതൽ ഒരു തുടർ പഠനമാണ്. അതിൻ്റെ മുമ്പ് ആദ്യം ചെറുതായിട്ട് മഹാനായ ഇമാം നവവിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ നിലക്ക് അവരെ കുറിച്ച് എന്ത് ചെയ്യണം, നമുക്കൊന്ന് അറിയണം. ഹിജറ യഹ്യ ബിനു ഷറഫ് അൻ-നവവി എന്നാണ് അവരുടെ പേര്. ഡമസ്കസിലാണ് അവരുടെ സ്ഥലം. സിറിയയിലാണ് ഡമസ്കസ് അല്ലേ. അവിടുത്തെ നവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മഹാനവർകൾ ജനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നവവി എന്ന് പറയുന്നത്. പിന്നെ ആ സ്ഥലത്തിന്റെ പേര് കൊണ്ടാണ് കൂടുതൽ അറിയപ്പെട്ടത്. നവീമാം എന്തെയും പറയും. അങ്ങനെയാണ് ചെന്നത്. പിന്നെ ചില സ്ഥലത്തിന്റെ പേര് കൊണ്ടാണല്ലോ അറിയാം. ഹിജ്റ 631 അവർ ജനിക്കുന്നത്. ഹിജ്റ 676 മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം അവർക്കുണ്ടായിട്ടുള്ളൂ. ഏകദേശം എത്ര വർഷം? 45 വർഷമാണ് അവരെന്ത് ചെയ്തത്, ഇവിടെ ജീവിച്ചിരുന്നത്. ഈ 45 വർഷമാണ് ജീവിച്ചിരുന്നത്. ആകെ 45 വർഷത്തെ ആയുസ്സാണ് മാനവർക്ക് ഉണ്ടായിട്ടുള്ളത്. 50ഓളം ഗ്രന്ഥങ്ങൾ ഈ സമയത്ത് രചിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് വാല്യങ്ങളുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബിലെ മിൻഹാജ് എന്ന ആധികാരികമായ ഗ്രന്ഥമാണ്. ഒരുപാട് വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ മുതൽ ചെറിയ ഗ്രന്ഥങ്ങളുണ്ട്. ചിലത് എഴുതിയിട്ട് മുഴുമിക്കാത്ത ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അത് അതിലേക്ക് എന്തൊക്കെയാണ് കണ്ടന്റുകൾ വേണ്ടത് എന്ന് വേറെ ചില ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചുകൊണ്ട് പിൻഗാമികളായ ചില ആളുകൾ എന്ത് ചെയ്തു, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ നിലക്കാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിലെ വിനോദത്തിൽ നിന്നൊക്കെ മാറി നിന്നിരുന്ന മഹാനായിരുന്നു. ചില ആളുകൾ ചെറുപ്പത്തിലെ അള്ളാഹുവിന്റെ അടിമകൾ രണ്ട് രീതിയിൽ കാണാൻ കഴിയും. ചിലപ്പോൾ ചെറുപ്പത്തിൽ എന്താണ്, വളരെ മോശമായി ജീവിച്ച് കുറച്ച് പ്രായമായിട്ട് വളരെ നന്നായി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളുണ്ട്. അതാണ് അധികരിച്ച ആളുകൾ അങ്ങനെ ഉണ്ടാവാറ്. ആദ്യകാലത്ത് മോശമായി പിന്നെന്ത് ചെയ്യും, വളരെയധികം നന്നായി ആത്മീയ റൂട്ടിലേക്ക് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ചേരുന്ന ആളുകളുണ്ട്. അതേസമയത്ത് ചെറുപ്പത്തിലെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് മരിക്കുന്നവരെ വളരെ ചിട്ടയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. മഹാന ഷെയ്ഖ് ജീലാനി അവരൊക്കെ അങ്ങനെയായിരുന്നു. ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു, ജീവിത ചിട്ടയിൽ വളരെ ജാഗ്രത ഉള്ളവരായിരുന്നു. മഹാനായ ഇമാം ഷാഫി അതേപോലെ ജീവിച്ചിരുന്ന ആളാണ് മഹാനായ ഇമാം നവവി. ചെറുപ്പം മുതലേ എന്താണ്, പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പഠനം ശരിക്കും തുടങ്ങുന്ന എത്ര വയസ്സിലാണെന്നല്ലോ. അതായത് 45 വയസ്സ് ജീവിച്ച് ആകണ്ടായിരുന്ന ആ മഹാൻ പഠനം തുടങ്ങുന്നത് 19-ാമത്തെ വയസ്സാണ്. 19-ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഇൽമി പഠനത്തിന് വേണ്ടി വരുന്നത്. ഡമസ്കസിലേക്ക് അവിടുത്തെ പ്രധാന മദ്രസയിലേക്ക് വരുന്നു 19-ാമത്തെ വയസ്സിലാണ്. അപ്പൊ എന്നാൽ ചെറുപ്പം മുതലേ എന്തായിരുന്നു, ഈ വിനോദങ്ങളിലും കളികളിൽ നിന്നൊക്കെ കാര്യമായി വിട്ടുനിന്നിരുന്നു. അദ്ദേഹം മഹാനോടുള്ള സുഹൃത്തുക്കളൊക്കെ കളിക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോകുമ്പോ അവരുടെ ചരിത്രത്തിൽ കാണാം. സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യും, നവീമാമിനെ ചെറുപ്പത്തിൽ കളിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കണോണ്ട് കളിക്കാൻ വേണ്ടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ചിലരുണ്ടാവില്ല. ഇടുവാറുണ്ട്, നീ പിടിച്ചു വലിച്ചു. അപ്പൊ കരയുമായിരുന്നു എന്നാണ്. കളിയിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യും, അപ്പൊ അങ്ങനെ പിടിച്ചോണ്ടാകുമ്പോ ഇരുന്ന് കരയുന്ന ഒരു സ്വഭാവം നവീമാമിന്റെ. അപ്പൊ അന്നത്തെ കാലത്ത് വലിയ മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം നവീമാമിനെ നിരീക്ഷിച്ചിട്ട് അവിടെ പിതാവിനോട് പറഞ്ഞു, നിങ്ങളെ മകൻ എങ്ങനെ ചെയ്യണം, നിങ്ങൾ പഠിപ്പിക്കണം, അദ്ദേഹം നല്ല ആലിമാവും. അങ്ങനെ അന്നത്തെ കാലത്ത് ഒരു ഒരു സൂഫിയുടെ നിർദ്ദേശപ്രകാരമാണ് നവീമാമിനെ ആദ്യമായി പിതാവ് അവിടെ ചേർക്കുന്നത്, മദ്രസയിൽ ചേർക്കുന്നത്, ഇൽമി ദർസിൽ ചേർക്കുന്നത്. അങ്ങനെ 19-ാമത്തെ വയസ്സിലാണ്
ഒരു മതപഠനം എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത്. പിന്നെ പഠനം തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വലിയ വിശ്രമമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല, മാനവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പഠിച്ച അദ്ദേഹത്തിന്റെ പിന്നെ പഠന സമയത്ത് പിന്നെ ഡമസ്കസിലെ മദ്രസത്തു റവാഹിയ എന്ന് പറഞ്ഞ അദ്ദേഹം പഠിച്ചിരുന്ന ആ മദ്രസയിലുള്ള പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ആളുകൾ ഉദ്ധരിക്കുന്ന ഉദ്ധരണിയിൽ നിന്നും എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ച സംഭവമുണ്ട്. എന്ന് വെച്ചാൽ 2 വർഷമാണ് അവിടെ പഠിച്ചിരുന്നത്. പിന്നെ വേറെ വേറെ സ്ഥലത്തേക്ക് മാറി പോയിട്ടുണ്ട്. ആ 2 വർഷവും എന്ത് ചെയ്തിട്ടില്ല, അവര് ശരിക്കും കിടന്നുറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് മഹാനവരുടെ കൂടെ പഠിച്ച ആരും കാണാത്തൊരു സംഭവമാണ്. ആ 2 വർഷം എന്ത് ചെയ്തിട്ടില്ല, അവര് ശരിക്ക് കിടന്നുറങ്ങിയിട്ടില്ല. കിതാബ് മുന്നിൽ വെക്കും, ഉറക്കമനെയും ഇരുന്നിങ്ങനെ തൂങ്ങി ഉറങ്ങും. അങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കലില്ലായിരുന്നു. ഇരിക്കണതിനിടയിൽ അങ്ങനെ ഉറങ്ങിയിട്ട് അതൊരു വിശ്രമമായി ജീവിതത്തിൽ മാറ്റുന്ന ഒരു രീതിയായിരുന്നു. അവർക്ക് അങ്ങനെ ശീലമായിരുന്നു, അത് മതിയായിരുന്നു. ചിലർക്ക് അങ്ങനെയാണല്ലോ, ചിലർക്ക് അത് മതി, ഒന്ന് ഇരുന്നുറങ്ങിയാൽ മതി, അപ്പൊ ക്ഷീണം മാറും. ആ ഒരു പ്രകൃതമായിരുന്നു നബിമാമിന്. അങ്ങനെ തന്നെയാണ് അവർ ജീവിതം നയിച്ചിരുന്നത്. അത് ആ ഫുൾ ടൈം എന്തായിരുന്നു, ആ 2 വർഷവും പൂർണ്ണമായും പഠനത്തിലായിരുന്നു എന്ന് കാണാം. പിന്നെ ജോലി ചെയ്യുന്നതോടുകൂടി അദ്ദേഹം കാര്യമായി ചെയ്തിരുന്ന സംഗതി എന്ന് വെച്ചാൽ കിട്ടണ പണം കൊണ്ട് നെയ്യും കാശ് ഒരുക്കൂടും. എന്നാൽ അവിടെ ആ മദ്രസ പിന്നെ മഹാനവർ ജോലി ചെയ്ത സ്ഥലത്തുള്ള ഒരു കാവൽക്കാരനുണ്ടായിരുന്നു. അപ്പൊ കിട്ടുന്ന പണമൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും, ശമ്പളം കിട്ടുന്ന പണം. അങ്ങനെ ആ പണം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കിതാബിന് ആയാൽ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും, ഒരു കിതാബ് വേണം. അങ്ങനെയാണ് ജോലി എടുക്കുന്ന പണം ശമ്പളം കൊണ്ട് എന്ത് ചെയ്യും, അത് ഒരു കൂട്ടി എന്ത് ചെയ്യും, കുറച്ച് പണമായി കഴിഞ്ഞാൽ ഒരു കിതാബ് വാങ്ങും, പിന്നെയും കിതാബും. അങ്ങനെ കണ്ടമാനം വലിയൊരു ഗ്രന്ഥശേഖരം മാനവകളുടെ പിന്നെ ലിസ്റ്റിലുണ്ടായിരുന്നു. മാത്രമല്ല പിന്നെ അവരുടെ റൂമില് കിതാബുകൾ അടുക്കി വെച്ചിട്ട് ഇരിക്കാൻ പോലും സ്പേഷ്യലായിരുന്നു. അന്നത്തെ വലിയൊരു ആലിമ് അദ്ദേഹത്തെ സന്ദർശിക്കാമെന്ന കഥ പറയുന്നുണ്ട്. അപ്പൊ റൂമിലേക്ക് വന്നപ്പോ ഇരിക്കാൻ സ്ഥലം ഞാൻ ഇമാം എന്ത് ചെയ്തു, കിതാബുകളൊക്കെ എടുത്തൊരു മൂലയൊക്കെ മാറ്റിയിട്ട് അവിടെ ഇരിപ്പിടം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത്രയും ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഒരു ക്രോഡീകരണം മാനവ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം. അതുപോലെ ഭക്ഷണം ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്ന്. ഒരു നേരം കഴിക്കും, പിന്നൊന്നുമില്ല. ഫുള്ള് ഇബാദത്തിലും പഠനത്തിലുമായിട്ടാണ് മാനവർ കഴിഞ്ഞിരുന്നത്. അല്ലാതെ എന്തില്ല, ഫുൾ ടൈം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല എന്നുള്ള. മഹാനായ ഇമാം ഷാഫി ഇമാമിന്റെ ഈജിപ്തിലേക്കുള്ള മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇമാം ചരിത്രം പറയുന്നുണ്ട്. ഷാഫി ഇമാമിന്റെ മക്ബറ ഈജിപ്തിലാണല്ലോ. അവിടെ സിയാറത്ത് ചെയ്യാൻ വന്നപ്പോ മക്ബറ എവിടെയാണോ കാണുന്നത്, മഹാനവർ മക്ബറയുടെ ആ ഖബർസ്ഥാൻ എവിടെയാണോ കാണുന്നത്, ഷാഫി ഇമാമിന്റെ മക്ബറയുടെ മുകളിൽ വലിയൊരു കുപ്പുണ്ട്. അപ്പൊ ദൂരെ നിന്ന് കാണും. അത് എവിടെയാണോ കണ്ടത് ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് മഹാനവർ സിയാറത്ത്. അത്രയും ബഹുമാനം ആരോട് കാണിച്ചിരുന്നു, ഷാഫി ഇമാമോട് കാണിച്ചിരുന്നു. പിന്നെ ആ കണ്ട സ്ഥലത്ത് നിന്ന് ദുആ ചെയ്ത് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അതുപോലെ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഇമാം അസ്നവി ഹദീസ് പണ്ഡിതനാണ്, പ്രമുഖനാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാം. ഒരിക്കൽ വളരെ കുറഞ്ഞ ഭക്ഷണം അങ്ങനെയാണെങ്കിൽ വസ്ത്രം അങ്ങനെയാണല്ലോ, വളരെ ലളിതമായ രീതിയിലുള്ള വസ്ത്രമാണ് ഇമാം ധരിച്ചത്. ഒരിക്കലും അദ്ദേഹം കിടക്കുന്ന സമയത്ത് അവരുടെ തലപ്പാവ് ഒരു അങ്ങനെ കഴിച്ചു വെക്കലാണ്, പിന്നെ എടുത്തു വെക്കും. അങ്ങനെയാണ്, എളുപ്പമുണ്ടല്ലോ. അപ്പൊ തലപ്പാവ് ഒരു സ്ഥലത്ത് കഴിച്ചു വെച്ചിരുന്നു. അപ്പൊ അത് എന്ത് ചെയ്തു, ഒരു കള്ളം വന്നുകാണ്ട് എടുത്തുകാണ്ട് എന്ത് ചെയ്തു, ഓടി. അന്നത്തെ കാലത്ത് അതൊക്കെ കൊക്കും. കാരണം അന്ന് അത്രയും പട്ടീന്റെ കാര്യമാണ്. ഇന്നിപ്പോ പള്ളികളൊക്കെ മൊബൈലൊക്കെ കിടക്കുക, അന്ന് പോകുന്നില്ലല്ലോ.
അപ്പൊ എന്ത് ചെയ്തു? പള്ളിയിൽ മോഷണം നടക്കുന്നില്ലേ? അങ്ങനെ ആ തലപ്പാവ് മോഷ്ടിച്ചുകൊണ്ട് കള്ളൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോയി. അതിനിടയിൽ നബിമാം എന്ത് ചെയ്തു? ഉണർന്നു. അപ്പൊ അത് മനസ്സിലായി, തെറ്റ് ഒരാൾ എന്ത് ചെയ്യാണ്? പോവാണ്. അപ്പൊ എന്ത് ചെയ്ത്? അയാളെ പിന്നിൽ പോയി. അപ്പൊ അയാളെന്ത് ചെയ്ത്? മൂപ്പർ അതിനേക്കാൾ ഫാസ്റ്റ് ഓടരുത്. കാരണം എന്താണ്? ബാക്കിലൊരാള് ഫോളോ ചെയ്യുമ്പോ കള്ളന്മാരങ്ങനല്ലേ. അപ്പൊ നബിമാം പറഞ്ഞു കുറെ ഒപ്പം പിന്നീട് കൂടിയിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അവിടെ നിർത്തിച്ച്, ഒന്നുമല്ല ഞാൻ ചെയ്താലും കൊണ്ടുപോകല്ലേ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണേ? അത് പൊരുത്തപ്പെട്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിൽ എന്ത് ചെയ്യണത്? ഓടുന്നത്. മറ്റത് എനിക്ക് എന്താവില്ല, അത് ഹലാലാവില്ലല്ലോ. അപ്പൊ പൊരുത്തപ്പെട്ട് തന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ എനിക്ക് തന്നു. അത് കള്ളനെ കൊണ്ട് എന്ത് പറയിപ്പിച്ചറിയോ? കപിത്തു, ഞാനത് സ്വീകരിച്ചു എന്ന് പറയാൻ ആരോട് പറഞ്ഞു? കള്ളനോട് പറഞ്ഞു. അങ്ങനെ കള്ളൻ എന്ത് ചെയ്തു? അത് പറഞ്ഞിട്ടാണ് നബിമാമ കള്ളനെ വിട്ടത് എന്ന് കാണാം. നബിമാമിന്റെ ഹജ്ജിന്റെ സംഭവം പറയുന്നത് കാണാൻ കഴിയും. ഹജ്ജിന് അദ്ദേഹത്തിന് 21-ാമത്തെ വയസ്സിലാണ് ഹജ്ജിന് പോകുന്നത്. ഡമസ്കസിൽ നിന്നാണ് പോകുന്നത്. ആ സമയത്ത് ഒരു വലിയൊരു പരീക്ഷണം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഹജ്ജിന് പോകുന്ന അന്ന് തുടങ്ങിയതായിരുന്നു അദ്ദേഹത്തിന് പനിയെന്ന്. അങ്ങനെ ആ പനി ഹജ്ജ് തുടങ്ങി, ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം എന്തോന്നു ആ പനി എന്ത് ചെയ്തത്? മാറിയതെന്നാണ്. ഫുള്ള് പനിയിലായിരുന്നു. അങ്ങനെയുണ്ട്. എന്നിട്ടും ഒരു അസ്വസ്ഥതയോ ഒരു പരാതിയോ ജീവിതത്തിൽ ഇതുവരെ കൂടെ യാത്ര ചെയ്ത് പറയുന്നത് കാണാം. ഒരു അസ്വസ്ഥതയോ ഒരു പരാതിയോ ആരോടും എന്ത് ചെയ്തിട്ടില്ല. നബിമാം പറഞ്ഞിട്ടില്ല. അതുപോലെ പിന്നെ അന്നത്തെ ഭരണാധികാരികള് പിന്നെ നബിമാമിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഭരണത്തിന് അനുകൂലമായി ഫത്വ നൽകാൻ. അതിൽപ്പെട്ട ഒരു സംഗതിയായിരുന്നു, അന്നത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, സുൽത്താൻ ദാഫിർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ജനങ്ങളിൽ നിന്ന് ടാക്സ് വല്ലാതെ കൂട്ടി ഈടാക്കിയിരുന്നു. അന്ന് കുറച്ച് കൃഷിയും പിന്നെ നഷ്ടങ്ങളൊക്കെ ഉള്ള കാലമായിരുന്നു. അപ്പൊ പലരും അതിനനുകൂലമായി ഫത്വ കൊടുത്തു. അപ്പൊ നബിമാമ പറഞ്ഞു എന്ത് ചെയ്യും? അത് കൂട്ടാൻ പാടില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ബൈത്തുൽ ജനങ്ങളുടെ ആവശ്യമല്ല എന്നുകൊണ്ട് എന്ത് ചെയ്തു? അതിന് എതിരായിട്ടാണ് ഫത്വ കൊടുത്തത്. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? അതിന്റെ പേരിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഡമസ്കസിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കണ്ടേ, അനുകൂലമായി ഫത്വ കൊടുക്കാത്തതിന്റെ പേരിൽ. അങ്ങനെ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോയപ്പോ നാട്ടുകാർക്കൊക്കെ എന്ത് ചെയ്തു? നബിമാമ പിന്നെ ഇല്ലാത്ത പ്രയാസം ഉണ്ടായി. അവരൊക്കെ എന്ത് ചെയ്തു? തിരിച്ച് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോ നബിമാമ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായി. ഇനി ഞാൻ ആ ഭരണാധികാരിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭരണശേഷം വരാം എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് എന്ത് ചെയ്തു? അന്നത്തെ സുൽത്താൻ ദാഫിർ മരണപ്പെടുകയും തിരിച്ചു വീണ്ടും എന്ത് ചെയ്തു? ഡമസ്കസിലേക്ക് വരികയുമാണ് ചെയ്തത്. മരിക്കുന്നതിന് മുമ്പ് തന്റെ സുഹൃത്തുക്കളൊക്കെ കാണുകയും തന്റെ പ്രിയപ്പെട്ടവരുടെ മക്ബറകളെ സിയാറത്ത് ചെയ്യുകയും ഒരുപാട് ആളുകളോട് മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്തിട്ട് നല്ല ഒരു അവസ്ഥയിലാണ് മഹാനവറുകൾ മരിച്ചുപോയത്. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ പരിശുദ്ധമായ ഗ്രന്ഥം റിയാദുസ് സ്വാലിഹീനാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിയാദ് സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാദ് പറഞ്ഞാൽ എന്താ? റൗദത്തുമിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്നില്ലേ? റിയാദ് പറഞ്ഞാൽ എന്താ? ഉദ്യാനം, തോട്ടം അല്ലെ? അപ്പൊ സ്വാലിഹീങ്ങളുടെ ഉദ്യാനം എന്നാണ് അതിന്റെ അർത്ഥം. ഇതില് കാര്യമായി മനുഷ്യന്റെ നല്ല സ്വഭാവം, ജീവിതത്തിലെ സത്യസന്ധത, അള്ളാഹുവിനെടുക്കുന്ന ആരാധനകൾ, നിസ്കാരം, നോമ്പ്, അതുപോലെ അള്ളാഹുവിന്റെ അടിമയുടെ സാമൂഹികമായ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവേണ്ടത്, അതിൽ കരുണ, സഹനം,
പിന്നെ അള്ളാഹുവിനോടുള്ള ദിക്ർ ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ, അങ്ങനെ മുഴുവൻ അതിലേക്ക് വേണ്ട രൂപത്തിലുള്ള ആയത്തുകളും ഹദീസുകളും ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഏത്? റിയാദുസ് സ്വാലിഹീൻ. അതാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തആല ആഫിയാക്കി തരട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ആദ്യത്തെ അധ്യായം തുടങ്ങണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ അധ്യായത്തിന്റെ പേര് ബാബുൽ ഇഖ്ലാസി വ ഇഹ്ളാറി നിയ്യത്തി ഫി ജമീഇൽ അഅമാലി വൽ അഹ്വാലി വൽ അഖ്വാലി വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ്യത്തി. അതാണ് ഈ അധ്യായത്തിന്റെ ഹെഡിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഖ്ലാസിനെ കുറിച്ച്, അതുപോലെ നിയ്യത്ത് എപ്പോഴും, ഇഹ്ളാർ നിയ്യത്ത് എന്താ? നിയ്യത്ത് എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച്. ഏതിന്? ഫി ജമീൽ അഅമാലി, നമ്മളെ എല്ലാ പ്രവർത്തനത്തിലും, വൽ അഖ്വാലി എല്ലാ വാക്കിലും, വൽ അഹ്വാലി എല്ലാ അവസ്ഥയിലും. അപ്പൊ പ്രവർത്തനത്തിന് മാത്രം പറയാം നിയ്യത്ത്. അപ്പൊ നിയ്യത്താണ് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിയ്യത്തിൽ തന്നെ എന്തുണ്ട്? ഇഖ്ലാസും കൂടി ഉണ്ട്. അപ്പോ ഇത് രണ്ടും കൂടി ആണ്. നിയ്യത്ത് ആണ്, അതിന്റെ കൂടെ എന്തുണ്ട്? ഇഖ്ലാസ്. എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. അപ്പൊ നമ്മളെ പ്രവർത്തനത്തില്, നമ്മളെ വാക്കില്, നമ്മളെ അവസ്ഥയില്, അൽ ബാരിസത്തി വൽ ഖഫിയ്യത്തി. ബാരിസത്തി ഖഫിയ്യത്തി പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷമായതും പരോക്ഷമായ എല്ലാ കാര്യങ്ങളും. നമ്മൾ ആരില്ലാത്തടത്ത് സംസാരിക്കും, അതുപോലെ ആരില്ലാത്തടത്ത് പ്രവർത്തിക്കും, അതൊക്കെ ഖഫിയ്യത്താണ്. അങ്ങനെ ബാഹ്യമായതും പരോക്ഷമായതുമായ എല്ലാ മനുഷ്യന്റെ മൂവ്മെന്റ്സിനും എന്ത് വേണം? ഇഖ്ലാസ് വേണം. അതുപോലെ നല്ല നിയ്യത്ത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിലേക്ക് പ്രചോദനമാകുന്ന ആയത്തുകളും ഹദീസുകളാണ് ഈ അധ്യായത്തിൽ തുടങ്ങുന്നത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. അൽ ഇഖ്ലാസു അത്തഅറി അമ്മാ ദൂനല്ലാഹ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും കാലിയാക്കലാണ് ഇഖ്ലാസ് എന്നാണ് ഒരു മഹാൻ പറഞ്ഞത്. മഹാനായ ഇമാം റായിബ് അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ പറഞ്ഞു കാണാം. തകറ ഒരിയാന്ന് പറയുന്ന നഗ്നത എന്നർത്ഥം. നഗ്നത എന്നെന്താ? ഒരു മനുഷ്യൻ നഗ്നനാകുമ്പോൾ എന്താ? ഫുള്ള് ശരീരത്തിൽ ഒന്നും ഉണ്ടാവില്ല, കാലിയാക്കുക. അതേ അർത്ഥമാണ് പറഞ്ഞത്. ഹൃദയത്തിൽ എന്തില്ല? അള്ളാഹു അല്ലാത്ത വേറൊന്നുമില്ലാത്ത ഹൃദയം പൂർണ്ണമായും അള്ളാഹു അല്ലാത്ത വേറെ എല്ലാത്തിൽ നിന്നും മനസ്സിനെ കാലിയാക്കുന്ന അവസ്ഥക്കാണ് ഏത് പറയാ? ഇഖ്ലാസ് എന്ന് പറയാം. ഇമാം കുശൈരി തസവുഫിന്റെ മഹാനായ പണ്ഡിതനാണ്. ആദ്യമായി തസവുഫിന് ഡെഫിനിഷൻസ് ഓരോന്നിനും നിർവചനം കൊടുത്ത മഹാനായ പണ്ഡിതനാണ്. അതുവരെ ഇഖ്ലാസ് മറ്റൊക്കെ ഉണ്ടെങ്കിലും ആത്മീയ ലോകത്തെ ഓരോന്നിനും ഇഖ്ലാസ് എന്താണ്, പിന്നെ റിയാ എന്താണ്, ഹസദ് എന്താണ്, കിബ്ർ എന്താണ്, ഇതൊക്കെയാണ് ഹദീസുകൾ ഇങ്ങനെ പറയും. ഹസദ് മറ്റേ കിബ്ർ എന്ന് പറയും എന്ന് പറയും, ഒക്കെ ശരിയാണ്. പക്ഷെ ആധികാരികമായി ഓരോന്നിനും നിർവചനം ഫസ്റ്റ് തുടങ്ങി വെച്ച തസവുഫിലെ മഹാനായ പണ്ഡിതനാണ് ഇമാം കുശൈരി. അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ റിസാലത്തുൽ കുശൈരി എന്ന കിതാബ് തസവുഫിലെ ഏറ്റവും ആദ്യത്തെ കിതാബാണ്. ആ മഹാനായ ഇമാം കുശൈരി ഇമാം ഇഖ്ലാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ലാസ് ഇഫ്രാദുൽ ഹഖ് സുബ്ഹാനഹു വ തആല ഫി ത്വാഅത്തി ബിൽ ഖസ്ദി. ഇബാദത്തുകളിൽ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കലാണ് ഏത്? ഇഖ്ലാസ്. അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിനെ എന്ത് ചെയ്യുക? ഇഖ്ലാസിൽ അതിൽ കൊണ്ടുവരാതിരിക്കുക എന്ന് പറഞ്ഞാല് ആളുകൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുക, ആളുകളിൽ നിന്ന് സ്തുതിക്ക് വേണ്ടി ചെയ്യാതിരിക്കുക, ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാതിരിക്കുക, ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള അടുപ്പം അല്ലാത്ത, അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന ഉദ്ദേശമല്ലാത്ത വേറൊന്നും മനസ്സിലില്ലാതിരിക്കുക. എന്ത് പ്രവൃത്തി ചെയ്താലും അള്ളാഹ് എന്ന മാത്രം ഒരു ഉദ്ദേശത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. അതാണ് ഇഖ്ലാസ്. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അവിടെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും? ചിലത് അവിടെ കൊണ്ട് കയറാനും കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? ഇഖ്ലാസിന്റെ സിറിനെ എന്ത് ചെയ്യും? ബാധിക്കും. അതുകൊണ്ട് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ആർക്കും പോലും അറിയില്ല എന്നാ. മലക്കുകൾക്ക് പോലും ചിലപ്പോൾ എന്താ അറിയാൻ കഴിയില്ല ഇയാളെ ഇഖ്ലാസ് എന്നാ. അത്രയും സിറ് അതിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ അയാൾക്ക് അത്രയും
പിന്നെ ആത്മാർത്ഥ ചിലപ്പോൾ ആരോടുണ്ടാകാം, അള്ളാഹുവിനോടുണ്ടാകാം. അപ്പോ ഒരു മനുഷ്യന് എത്രത്തോളം മുഖ്ലിസാണ് എന്ന് ചിലപ്പോൾ ആർക്കുപോലും അറിയാൻ കഴിയില്ല. മലക്കുകൾക്ക് പോലും പറയാൻ കഴിയില്ല. മലക്കുകൾ എന്താണ് നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ചാൽ എഴുതി വെക്കുന്നത്, ഇയാള് ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നുണ്ട്, പിന്നെ എല്ലാ സുന്നസ്കരിക്കുന്നുണ്ട്, നല്ല മനുഷ്യൻ ആര് എഴുതി വെക്കല്? മലക്കൾ എഴുതി വെക്കല്. പക്ഷെ പഠിച്ചോൻ തരും അതൊക്കെ കൊണ്ടുപോയാണ്ട് വലിച്ചെറിഞ്ഞാടി എന്ന് പറയും. കാരണം എന്താ? അതിന്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ട്. അത് ആർക്ക് മനസ്സിലായിട്ടില്ല? മലക്കൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് അള്ളാഹുവിന്റെ അടിബന്ധമുള്ള ഒരു സിറാണ്, ഒരു സ്വകാര്യതയാണ്. അത് ഒരു മനുഷ്യന്റെ ഇഖ്ലാസ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അളക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുറെ ആളുകൾ നമ്മൾ വിചാരിക്കും അവരെന്താണ് ഒന്നുമില്ലാതെ വിചാരിക്കും. പക്ഷെ അവരൊക്കെ നല്ല മരണങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ സ്വീകരിക്കണ കാണാം. ചിലപ്പോൾ പ്രവർത്തനത്തിനൊന്നും ഇല്ല, നമുക്ക് വലിയൊരു നല്ലൊരു പ്രവർത്തനം മാതൃക കാണാൻ കഴിയുണ്ടാവില്ല. പക്ഷെ അവര് നല്ല അവസ്ഥയിൽ മരണപ്പെട്ട് കാണാം. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. അള്ളാഹു തന്നെ കാക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾ സൃഷ്ടികളുടെ ശ്രദ്ധ എവിടൊക്കെ നമ്മളെ ആകർഷിക്കാൻ തോന്നുന്നുണ്ടോ അതിൽ നിന്ന് കാലിയാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇഖ്ലാസിൽ പരിപൂർണനാകാൻ കഴിയില്ല. സൃഷ്ടികളുടെ ശ്രദ്ധ പെടുന്ന എന്തെല്ലാം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇഖ്ലാസ് പരാജയം. അപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സൃഷ്ടികളുടെ ശ്രദ്ധ അവിടെ പറ്റാൻ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അത് നമ്മളെ ഇഖ്ലാസിനെ കോട്ടാണ്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, ഇന്നത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇന്ന് സമൂഹത്തിലെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന് വേണ്ടിയാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, നല്ലോ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത്രയും എല്ലാം എന്താണ് സ്റ്റാറ്റസ് ഇടുക, സോഷ്യൽ മീഡിയയിലിടുക, ആളുകളെ അറിയിക്കുക, ആളുകളിൽ ഞങ്ങൾ അത് ചെയ്തു പറയാം, ഇത് ചെയ്തു എന്ന് പറയാന്നല്ലാതെ പടച്ചോലത്തേക്ക് എത്തണം എന്ന നിലക്ക് അത് മാത്രം ചെയ്യുന്ന അവസ്ഥ വളരെ കുറവാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട എന്ന് മനസ്സിലാക്കും. അപ്പൊ നിയ്യത്ത് എന്ന സംഗതി എന്താണ്? നിയ്യത്ത് എന്ന സംഗതി ഏത് ഇബാദത്തിന്റെയും തുടക്കത്തിൽ എന്താണ്? അത് ശരിയാവണമെങ്കിൽ ഇബാദത്തിനോട് കൂടി ഏത് വേണം? നിയ്യത്ത് വേണം, നിർബന്ധമാണ്. നമ്മളെല്ലാ ഇബാദത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയ്യത്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വേറെ സംഗതി മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെല്ലാ ഇബാദത്തിന്റെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? തുടങ്ങുമ്പോ തന്നെ നിയ്യത്തൊക്കെ ഉണ്ട്. പക്ഷെ ആ സംഗതി അവസാനിക്കുന്നത് വരെ ആ ഒരു ചിന്ത എന്നുള്ള ഞാൻ ഇന്ന പ്രവൃത്തി അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഹൃദയത്തിലുള്ള ആ ഒരു ചിന്തയിൽ അത് അവസാനിക്കുന്നത് വരെ നിലനിൽക്കുന്നതാണ് സുന്നത്താണ്. അപ്പൊ നിസ്കാരത്തില് നമ്മള് 4 റക്അത്ത് ഓരോ അള്ളാഹു തആല നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്തൊക്കെ നിർബന്ധമാണ്. പക്ഷെ ഞാൻ നിസ്കരിക്കുന്നവരാണ്, എനിക്ക് നിസ്കാരത്തിൻ്റെതല്ലാത്ത വേറൊരു സംഗതിയും പാടില്ല, അള്ളാഹുവിന്റെ മുമ്പിലാണ്. ആ ബോധത്തിൽ സലാം വീട്ടുന്നവരെ കഴിയലെന്താണ്? സുന്നത്താണ്. അത് ഫാത്തിഹയിൽ മാത്രമല്ല, റുക്കുവിൽ മാത്രമല്ല, അത് സലാം വീട്ടുന്നവരെ എന്താണ്? ഞാൻ നിസ്കാരത്തിലാണ് എന്ന ബോധത്തിൽ എന്ത് ചെയ്യണം? കഴിയുക എന്നുള്ള എന്താണ്? അത് അഡീഷണൽ സുന്നത്താണ്. അപ്പൊ നിയ്യത്ത് സുന്നത്തുണ്ട്, നിയ്യത്ത് നിർബന്ധമുണ്ട്. അപ്പൊ നോമ്പിന് നമ്മൾ എന്ത് ചെയ്യും? അത്താഴത്തിന് എന്ത് ചെയ്യും? നിയ്യത്ത് വെക്കും. അല്ല, അത്താഴത്തിന് രാത്രി എപ്പോഴും നിയ്യത്ത് വെക്കും. പക്ഷെ ഞാൻ നോമ്പുകാരനാണെന്ന ബോധത്തിന് നോമ്പ് പകൽ സമയം ഫുള്ള് മുഴുമിക്കൽ എന്താണ്? അത് എന്താണ്? അത് ആ ഒരു ബോധത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടാ എന്നുള്ളത്, ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവുക എന്നുള്ളത് എന്താണ്? അതൊരു പ്രത്യേക സുന്നത്താണ്. അപ്പൊ നിയ്യത്ത് വെക്കലുണ്ട്, കരുതലുണ്ട്, ഇഖ്ലാറുണ്ട്. ഏത് സമയത്തും എന്റെ ഉദ്ദേശം അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ഇബാദത്താണ് എന്ന ഒരു ചിന്തയും പ്രസൻസും നമ്മുടെ മനസ്സിൽ ഫുൾ ടൈം ഉണ്ടാക്കൽ എന്താണ്? അത് നിയ്യത്തിന്റെ പരിപൂർണയാണ്. അപ്പൊ ഏത് പ്രവർത്തനത്തിന്റെയും ആദ്യത്തിലാണ് നിയ്യത്ത് വേണ്ടത്. ഒരു പ്രവൃത്തി ചെയ്യാനാണ് നിയ്യത്ത് വേണ്ടത്. നേരെ മറിച്ച് ഒരു പ്രവൃത്തി ഒഴിവാക്കാൻ ഏത് വേണ്ട?
നോക്കൂ, ഒരു പ്രവൃത്തി ചെയ്യാനാണ് നിയത്ത് വേണ്ടത്. പക്ഷെ ഒരു പ്രവൃത്തി ഒഴിവാക്കാൻ ഏത് വേണ്ട? നിയത്ത് വേണ്ട. ഇപ്പൊ സക്കാത്ത് കൊടുക്കാൻ എന്ത് ചെയ്യണം? നിയത്ത് വെക്കണം. പലരും സക്കാത്ത് കൊടുക്കും, പക്ഷെ എന്ത് ചെയ്യൂല? സക്കാത്തിന് നിയത്ത് വെക്കൂല. പിതൃ സക്കാത്തിന് ഏത് വേണം? നിയത്ത് വേണം. ഇതിന്റെ പിതൃ സക്കാത്താന്ന് എന്ത് ചെയ്യണം? നമ്മള് നിയത്ത് വെക്കണം. പിന്നെ നിയത്ത് എങ്ങനെ വെക്കണം, എന്തൊക്കെ വെക്കണം, ഏത് രീതിയിൽ വെക്കണം, അതൊക്കെ മദ്ഹബിലായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് പിതൃ സക്കാത്താണെന്നുള്ള നിയത്ത് ആരിൽ വേണം? നമ്മളിൽ വേണം. മറ്റേ സക്കാത്തും സാധാ സക്കാത്തിനൊക്കെ എന്ത് ചെയ്യണം? നിയത്ത് വെക്കണം. നമ്മൾ കൊടുത്തതിന് ശേഷം അതിന്റെ സക്കാത്തൊക്കെ കിടന്നോട്ടെ എന്ന് പറയാൻ എന്താവില്ല? സക്കാത്താവില്ല. നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളെന്താണ്, നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ചില സംഭാവനകൾ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കണക്കൂട്ടുമ്പോൾ കുറച്ച് സക്കാത്തും കൊടുക്കണ്ടോ? അപ്പൊ ആ കൊടുത്തൊക്കെ ഏതിക്ക് വെക്കുക? സക്കാത്തിക്ക് വെക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അവിടെ തുടക്കത്തിൽ ഏതുണ്ടായിരുന്നില്ല? നിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പ്രവർത്തനം ചെയ്യാൻ ഏത് വേണം? നിയത്ത് വേണം. അതേസമയത്ത് ഒരു പ്രവർത്തനം ഇവിടെ ഇതാ പോയത്. പറഞ്ഞോട്ടെ. അപ്പൊ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കാൻ ഏതിന്റെ ആവശ്യമില്ല? നിയത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്ത് വേണം? നിയത്ത് വേണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരാള് ഇപ്പോ ഒരു പ്രവർത്തനത്തിൽ ഒരാൾ എന്ത് ചെയ്യാണ്? ഇപ്പോ ഒരു പ്രവർത്തനത്തിന് ഒഴിവാക്കുകയാണ്, അതിന് നിയത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരാള് പിന്നെ ഒരു തിന്മയിൽ നിന്ന് വിട്ടേക്കാണ്, അതിന് ഞാൻ ഈ തിന്മയിൽ നിന്ന് വിട്ടേക്കാൻ നിയത്തിച്ചു എന്ന് പറയണോ? വേണ്ട. ഒരാൾ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവാക്കണം, അപ്പൊ ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായി എന്ന് നിയത്തേക്കണോ? അതിന്റെ ആവശ്യമില്ല. അതിന് കള്ളുകൂടിയിൽ നിന്ന് ഒഴിവായി എന്ന് നിയത്തേക്കണോ? അതിന്റെ ആവശ്യമില്ല. പക്ഷെ നന്മ ചെയ്യുന്നോടത്ത് ഏത് വേണം? നിയത്ത് വേണം. പക്ഷെ അതേ സമയത്ത് ഒരാൾ തിന്മയിൽ നിന്ന് ഒഴിവാകുമ്പോൾ, മനസ്സിലാക്കാം, ഒരാൾ തിന്മയിൽ നിന്ന് ഒഴിവാകുമ്പോൾ, അതേസമയത്ത് ഒരാൾ തിന്മയിൽ നിന്ന് ഒഴിവാകുമ്പോൾ അയാൾക്ക് കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഈ ഒഴിവാകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹു താലയുടെ കൽപ്പനയെ അനുസരിക്കുന്നതാണ്. എന്ത് തിന്മയിലാണ് നമ്മൾ വിട്ടിക്കണത്? ആ വിട്ടിക്കണ ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്ന ഉദ്ദേശം നമുക്ക് ചെയ്ത അത് നിയത്തല്ല എന്നൊരു കരുതൽ നമുക്കുണ്ടെങ്കിൽ എന്താണ്? അതിന് കൂലി കിട്ടും. അപ്പോഴേ കൂലി കിട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? കൂലി ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ എന്താണ് ഒരു തിന്മയിൽ നിന്ന് വിട്ടിക്കണം എന്തിനാ? അതെങ്ങാനും സമൂഹത്തിൽ അറിഞ്ഞ ആകെ നാറ്റി അരപ്പാവും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം എന്തില്ല, ആ പരിപാടിക്ക് നിൽക്കണില്ല എന്ന് തീരുമാനിച്ച ഏതിട്ടൂല? കൂലിട്ടൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആ തിന്മ ചെയ്യാനുള്ള സാഹചര്യം വന്നില്ല, അപ്പൊ തിന്മയിൽ നിന്ന് മാറിയിരുന്നു. അപ്പോൾ നമുക്ക് എത്തിട്ടൂല, കൂലിട്ടൂല. ഏത് തിന്മയിൽ നിന്നാണ് നമ്മൾ വോട്ടുകൾ? നമ്മൾ തിന്മയുടെ സാഹചര്യത്തിൽ അപ്പൊ നമുക്ക് തോന്നാണ് അല്ലെങ്കിൽ ഇത് വേണം, അള്ളാഹു താലക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല എന്ന് തീരുമാനിച്ച് മാറി നിന്നാലാണ് നമുക്ക് എതിട്ടാ കൂലി കിട്ടുക. അപ്പൊ തിന്മയിൽ നിന്ന് വിട്ടിക്കുമ്പോഴത്ത് കൂലിയുണ്ട്, നന്മ ചെയ്യണോടത്ത് കൂലിയുണ്ട്. പക്ഷെ രണ്ടിന്റെയും കൂലിയുടെ നിദാനം ഏതാണ്? മനുഷ്യന്റെ നിയ്യത്താണ്. ഒരു ആയത്ത് നമ്മൾ തുടങ്ങി വെച്ചുകൊണ്ട് നമ്മൾ നിർത്തും. പരിശുദ്ധ അല്ലാഹു തആല പറയാണ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന വനഫാ വയഖീമു സ്വലാത്ത വയതു സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഇതാണ് മാനവറുകൾ നിയത്തുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം കൊടുത്ത ഒരായത്ത്. നിയത്തിന് വേണ്ടി തെളിവ് കൊടുത്ത ഒരായത്താണ്. അല്ലെ ഇഖ്ലാസ്, നിയത്തല്ല സോറി, ഇഖ്ലാസിന് വേണ്ടി തെളിവ് കൊടുത്ത ഒരായത്താണിത്. എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോട് കൂടി ദീനിനെ അവന് വേണ്ടി ഇഖ്ലാസോട് സമർപ്പിക്കാനല്ലാതെ അള്ളാഹു തആല കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ?
ആരോട് കൽപ്പിച്ചിട്ടില്ല? അഹ്ലു കിതാബിന്റെ ആളുകൊണ്ട്. ജൂത ക്രൈസ്തവരോട് അള്ളാഹു തആല പറഞ്ഞെന്താ? അവരോട് ഇബാദത്ത് എടുക്കണം. പക്ഷെ എന്ത് വേണം? ഇബാദത്ത് എടുക്കുന്നത് ഇഖ്ലാസോട് കൂടി ആയിരിക്കണം. ആ നിലക്കാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇഖ്ലാസ് എന്ന് അപ്പൊ ആ ആയത്തിന്റെ തെളിവാണ് എന്ത്? ഇഖ്ലാസ് എന്ന് പറഞ്ഞ സംഗതി. എന്നിട്ട് പറയുന്നത് ഹുനഫ. ഹുനഫ എന്ന് പറഞ്ഞാൽ എന്താ? ഹനീഫൽ മുസ്ലിം നമ്മൾ പറയില്ലേ അല്ലെ? എല്ലാ പാത്തിൽ നിന്നും മാറി നിന്ന് ഹക്കിലേക്ക് ചേർന്നവനായിട്ട് ഇബാദത്ത് എടുക്കാനല്ലാതെ അല്ലാഹു തആല എന്തില്ല? അവരോട് കൽപ്പിച്ചിട്ടില്ല. വയഖീമു സ്വലാത്ത, നിസ്കാരം നിലനിർത്താനും വയത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കുവാനും വദാലിക ദീനുൽ ഖയ്യൂമ, അതാണ് ശരിയായ ദീൻ. അപ്പോ ഇതാണ് ഈ ആയത്ത്, ആദ്യമായ ആയത്ത്. അപ്പൊ ഈ ആയത്തിൽ എന്താണ്? ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഇഖ്ലാസാണ് നമ്മുടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇഖാമത്ത് സ്വലാത്ത്, ഈത്താഅ് സക്കാത്ത് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നതോടുകൂടി എന്താ അവിടെയൊക്കെ അല്ലാഹു തആല പറയുന്നത് എന്താണ്? അത് ഇഖ്ലാസോട് ചെയ്യാനാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടില്ല എന്നാണ്. ഈ ഒരു ആയത്ത് തുടക്കം എന്നെനിക്ക് ഇതിൽ മാത്രം വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദീകരണം ഉണ്ട്. തൽക്കാലം അപ്പൊ തൽക്കാലം ഈ ആയത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞു കേട്ട എല്ലാം സ്വലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ.